ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ സ്വരമോളും അനന്യയെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് ചെന്നതാ. അവിടെ ചെന്നപ്പോൾ അനന്യ ഇവരുടെ കൂടെ ചെല്ലില്ലെന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രേമ ഭയങ്കര അഹങ്കാരം പിടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അഹങ്കാരം കയറി നിൽക്കുന്ന പ്രേമയോട് നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ടായി നമ്മുടെ സുമിത്ര, ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. നീ എന്തെല്ലാം പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോള് നിന്റെ കൂടെ വരില്ലെന്നും നീ എന്തു വെല്ലുവിളി നടത്തിയിട്ടും കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അവൾ എൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അങ്ങനെ ആ ഒരു സംസാരിച്ചുകൊണ്ട് ഇവരവിടെ ഇരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സ്വരമോള് വെറും കൈയോടെ ഇറങ്ങി വരുന്നത് സുമിത്ര കണ്ടത്. അപ്പൊ ഇത് കണ്ടപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെ ഈ പ്രേമയും നോക്കി. കൊച്ചിങ്ങനെ ആരും ഇല്ലാതെ ഇറങ്ങി വരുന്നത് കണ്ടപ്പം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? എൻ്റെ മോളെ അനന്യേ, എൻ്റെ മോളാ. അവള് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. അവൾക്കറിയാം ശരി ഏതാണ് തെറ്റ് ഏതാണ്, ആരാണ് വേണ്ടത് ആരാണ് വേണ്ടാത്തത് എന്നൊക്കെ നന്നായിട്ട് എൻ്റെ മോൾക്കറിയാം. ഇനിയിപ്പോൾ കൊച്ചിനെ കെട്ടിപ്പിടിച്ച ഇവിടെ നിന്നും കൊച്ചിനെ കൊണ്ട് എൻ്റെ മോളുടെ മനസ്സ് മാറ്റിക്കാവുന്നുള്ള വ്യാമോഹമായിട്ടൊന്നും നിൽക്കണ്ട, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഇവിടെ നിന്നത് കൊണ്ട് നിനക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല സുമിത്രേ, നീ ഇവിടെ നിന്ന് പോയേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പം അതുവരെ സുമിത്ര ഭയങ്കര ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കൊച്ചു വെറും കൈയോടുകൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്കും അവിടെ വാ പൊത്തേണ്ട ഒരു അവസ്ഥയാണല്ലോ വന്നത്. അങ്ങനെ സുമിത്ര ആകെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേയും സ്വരമോള് പറയുന്നുണ്ട്, അച്ഛമ്മേ നമുക്ക് പോകാം അച്ഛമ്മേ എന്ന് പറഞ്ഞു. മമ്മി വരുമെന്ന് തോന്നുന്നില്ല അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ പ്രേമയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് പ്രേമ പറയുന്നതിനൊന്നും നമ്മുടെ സുമിത്രയോ അല്ലെങ്കിൽ സ്വരമോളോ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നു. ഒരു 5 മിനിറ്റ് എന്ന് തന്നെ പറയാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി പോകുന്നു പറഞ്ഞ് ഇവരെ ഇറക്കി വിടാൻ നോക്കുക. അപ്പോൾ ചുമ്മാ ഇങ്ങനെ സുമിത്ര മുകളിലോട്ട് നോക്കിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബാഗുമായിട്ട് നമ്മുടെ അനന്യ ഇറങ്ങി വരുന്നു. ആ അനന്യയെ കണ്ടപ്പോഴേക്കും സുമിത്രയുടെ മുഖത്ത് പുഞ്ചിരി അങ്ങ് വിടർന്നു, അതുപോലെ തന്നെ സ്വരമോളുടെയും. ഇത് കണ്ട് ഇവർ ചിരിക്കുന്നത് കണ്ട് ഈ പ്രേമ മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അനന്യ കെട്ടും കടയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതാ. ആ അനന്യയെ കണ്ടപ്പോഴത്തേക്കും പ്രേമ ഞെട്ടിപ്പോയി. അനു നീ ഇതെങ്ങോട്ടാ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ മമ്മി ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്നും ഇത് എൻ്റെ തീരുമാനമാണെന്നും മറ്റെന്തിനേക്കാളും ഞാൻ വില കൊടുക്കുന്നത് എൻ്റെ മോൾക്കാണ്. എൻ്റെ മോള് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തും ഉള്ളൂ. അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രേമ അന്നേരത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ, നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ഡാഡിയും മമ്മിയും ഇവിടെ ഉണ്ടാവില്ല, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്, അവൻ ഞങ്ങളെ പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ, നിനക്കപ്പം ഞങ്ങളോടുള്ള സ്നേഹമെല്ലാം അഭിനയമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം മമ്മി ആ രീതിയിലൊന്നും മമ്മി എന്നോട് സംസാരിക്കരുത്, എനിക്കതൊന്നും കേൾക്കാനായിട്ട് തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞിട്ടൊന്നും അല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ മമ്മിക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. മമ്മിക്ക് ഏറ്റവും വലുത് എന്നെയല്ലേ, എൻ്റെ ജീവിതമല്ലേ, അതുപോലെ തന്നെയാണ് എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക. അങ്ങനെ എന്തായാലും സുമിത്രയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പ്രേമ സുമിത്രയുടെ മുന്നിൽ തന്നെ ചമ്മി വിളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഈ നേരം കൊണ്ട് നമ്മുടെ അനുവും അതുപോലെ കൊച്ചും സുമിത്രയും കൂടെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുവാണ്. ആ സമയം കൊണ്ട് സരസ്വതിയമ്മ അവിടെ ശീതളിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ശീതളിൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ടോ, നിന്റെ ഏട്ടൻ്റെയും അനുവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മ പോയിരിക്കുക. നിന്റെ കാര്യത്തിൽ അവൾ എന്തെങ്കിലും ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടോ, അവൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ, അവൾ ഇന്നേ വരെ നിന്റെ കാര്യങ്ങളിൽ നേരെ ചൊവ്വേ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പതേ അനന്യയെയും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ റെഡിയാക്കും. നിന്നെ അവൾ മറന്നതാ, നിന്റെ കാര്യങ്ങളൊന്നും സുമിത്ര ചെയ്തു തരാൻ പോകുന്നില്ല, സുമിത്ര നിന്നെ ഉപേക്ഷിച്ചതാ. അങ്ങനെ ആ പെണ്ണിന്റെ മനസ്സിൽ കയറ്റി വെക്കാവുന്നിടത്തോളം ഭാരവും നുണയും ഏഷണിയും എല്ലാം കയറ്റി വെച്ച് സരസ്വതിയമ്മ സുമിത്രയെയും ശീതളിനെയും തമ്മിൽ തല്ലിക്കാനുള്ള പദ്ധതികളും വഴികളും ഒക്കെ നോക്കുന്നു. അപ്പൊ ഈ അച്ഛമ്മ ഇങ്ങനെ ഒരു പരിധി കൂടുതൽ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് ചുമ്മാതാണെങ്കിലും കൊച്ചുമകളി ചിന്തിക്കുമല്ലോ. അതാണ് സരസ്വതി അമ്മ വിചാരിക്കുന്നത്. അവിടെയാണ് സരസ്വതി അമ്മ വിജയം കാണാനിരിക്കുന്നത്. അങ്ങനെ സുമിത്രയ്ക്കിട്ടുള്ള പാരവണിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സരസ്വതി അമ്മ ഇങ്ങനെ മുന്നോട്ട് പോകണം. ആ സമയം നമ്മുടെ സരസ്വതി അമ്മ മൂപ്പിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി എല്ലാം ആലോചിച്ച് ശീതൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ ആ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നു. അനിരുദ്ധ് മുറ്റത്ത് നിൽക്കുന്ന സമയം അനിരുദ്ധിൻ്റെ അരികിലേക്ക് വന്ന് കയറുന്നു നമ്മുടെ ദീപു. അതും ചേച്ചിയെ കാണണമെന്നും പറഞ്ഞു. ചേച്ചിയെ കാണണം എന്നും പറഞ്ഞു വന്ന അയാളെ നമ്മുടെ അനിരുദ്ധ് ആട്ടി ഓടിക്കാൻ നോക്കി. എൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞവനാ നീ, നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്നും പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചിയെ കാണാൻ പറ്റിയില്ല. അപ്പം അനിരുദ്ധിനോടുള്ള ദേഷ്യം ഇതെല്ലാം കാരണം അനിരുദ്ധെ, ദീപങ്ങളോട് നീ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ചെയ്തതും അല്ലെങ്കിൽ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു.
ഇനിയും അതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്നോട് അതും ഇതും പറയരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അനിരുദ്ധ് അയാളോട് വീണ്ടും തട്ടിക്കയറി സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അനിരുദ്ധും അതുപോലെ ഈ ദീപുവും തമ്മിൽ മുട്ടൻ ഉടക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ ഉടക്കായി, ശരിക്കും ഉടക്കായി. അങ്ങനെ അവസാനം അനിരുദ്ധിൻ്റെ നാവിൽ നിന്നിരിക്കുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപു ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു. വെറുതെ എന്തിനാ സ്വയം നാറുന്നത്? അതുകൊണ്ട് അനിരുദ്ധ് പോകാൻ തീരുമാനിച്ചു. അനിരുദ്ധിൻ്റെ മുന്നിൽ നിന്ന് ദീപു പോകാൻ തീരുമാനിച്ചു. അനിരുദ്ധ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. എന്നിട്ട് ചെന്ന് വാതിലും കൊട്ടി അടച്ചു. അപ്പം ഇനിയും ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല, തൻ്റെ ജീവിതത്തിൽ തനിക്കിനി ഇവരാരും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ദീപു അവിടെ നിന്ന് പോവാം. അപ്പം ദീപു അവിടെ നിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, സിദ്ധുവിനെ കാണാനാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് സിദ്ധുവിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാം എന്നുള്ളൊരു വിചാരത്തിൽ. അപ്പം ഈ സിദ്ധു ശ്രീനിലയം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ അതിൻ്റെതായ ചില കാര്യങ്ങളും ഒക്കെ ദീപു അറിഞ്ഞു. അപ്പോൾ ഈ സിദ്ധു അവിടെ ഉണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപു വന്നത്. പക്ഷെ സിദ്ധു അവിടെ ഇല്ല എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അനിരുദ്ധ് പറഞ്ഞും പറയാതെയും ഒക്കെ അറിയുന്നത്. അങ്ങനെ ദീപു നേരെ പിന്നെ സിദ്ധുവിനെ തപ്പി തേടി പോണു. സിദ്ധുവിനെ ചെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മെമ്മറിയിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ദീപുവിനെ കണ്ടതും നമ്മുടെ സിദ്ധു വലിയ കാര്യമായിട്ടൊന്നും ഗവനിച്ചോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്തോ ഒന്നുമില്ല. അപ്പോഴേക്കും സിദ്ധുവേട്ടന് എന്നോട് വെറുപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദീപു അടുത്തേക്ക് ചെയ്യുന്നു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറയുന്ന ദീപുവിനോട് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു സിദ്ധു. അങ്ങനെ പറയരുത്, എനിക്ക് പറയാനുള്ളത് സിദ്ധുവേട്ടൻ കേൾക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ദീപു പറയുക. സിദ്ധുവേട്ടൻ ശ്രീനിലയം തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു പരിശ്രമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. അത് വേണ്ട സിദ്ധുവേട്ടാ, ആ വഴിക്ക് സിദ്ധുവേട്ടൻ പോകണ്ട എന്ന് പറഞ്ഞപ്പം ശ്രീനിലയം എൻ്റെ തറവാടാണെന്നും ആ ശ്രീനിലയം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും, അതിനകത്ത് നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ അറിഞ്ഞതും കേട്ടതൊക്കെ ശരി തന്നെയാണ്, നീയും അവരുടെ ആള് തന്നെയാണല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധു ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പം അനിരുദ്ധ പറഞ്ഞ കാര്യങ്ങളും ഉള്ളിൽ കിടപ്പുണ്ട്. ഇപ്പം ഇയാൾ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലായി. ഇതെല്ലാം കൂടെ കൂട്ടിയും കിഴിച്ചും നോക്കിയപ്പോൾ അവൻ തെറ്റുകാരനാണെന്നുള്ള കാര്യം സിദ്ധുവിന് മനസ്സിലായി. ശ്രീനിലയം തിരിച്ചു പിടിക്കാൻ പോകുന്ന നമ്മുടെ സിദ്ധുവിനെ വീട്ടിൽ കയറി ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ദീപു അവിടെ ചെന്നത്. പക്ഷെ ദീപുവിൻ്റെ ആ ഒരു പരിശ്രമം ഒന്നും നടന്നില്ല. സിദ്ധു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഒരു രീതിയിലും ദീപുവിൻ്റെ മുന്നിൽ അടിപതറാതെ, ദീപുവിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാതെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവറായിട്ട് തന്നെ ഈ ദീപുവിൻ്റെ മുന്നിൽ നമ്മുടെ സിദ്ധു ഇങ്ങനെ നിൽക്കുകയാണ്. സിദ്ധുവിൻ്റെ മുന്നിൽ അടിത്തടവുകൾ മുഴുവൻ ഈ നമ്മുടെ ദീപു പയറ്റി നോക്കി, പക്ഷെ നടന്നില്ല. ഒരു രീതിയിലും സിദ്ധു അമ്പിനും വില്ലിനും എടുക്കണില്ല. അങ്ങനെ സിദ്ധുവിനെ ആക്രമിക്കാൻ കയറി ചെന്ന ദീപു ചീറ്റി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാവുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.